എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നതിൻ്റെ 5 പ്രധാന കാരണങ്ങളെക്കുറിച്ചാണ്. എനിക്കറിയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും. പലർക്കും വരുന്നൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം മാനിഫെസ്റ്റേഷൻ വർക്കാവാത്തത്? പലരും മാനിഫെസ്റ്റേഷൻ വർക്കായി, ലൈഫിൽ അപ്ലൈ ചെയ്തു, സക്സസ് ആയി, റിസൾട്ട് കിട്ടി എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യുന്നില്ല? ഇത് ഫേക്കാണോ? അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ ഇത് വർക്കാവാത്തത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാകാം. മാനിഫെസ്റ്റേഷൻ എന്നത് ഇന്ന് ലോകമെമ്പാടും വളരെയധികം ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ശക്തമായ കൺസെപ്റ്റാണ്. ലോ ഓഫ് അട്രാക്ഷൻ, എനർജി അലൈൻമെൻറ്റ്, സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് തുടങ്ങിയ പല ആശയങ്ങളുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. പലർക്കും മാനിഫെസ്റ്റേഷനെ കുറിച്ച് കേട്ടാൽ വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകും. അവർ അഫർമേഷൻസ് പറയാൻ തുടങ്ങും, വിഷ്വലൈസേഷൻ ചെയ്യും, സ്ക്രിപ്റ്റിംഗ് ചെയ്യും. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ശേഷം അവർക്ക് ഒരു വലിയ ഡൗട്ട് വരും. മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ടും എൻ്റെ ലൈഫിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന പലർക്കും ഒരിക്കലെങ്കിലും തോന്നുന്ന ഒരു ഡൗട്ടാണ്. മാനിഫെസ്റ്റേഷൻ ഫേക്കാണോ? പക്ഷെ സത്യത്തിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാത്തതല്ല. പലപ്പോഴും നമുക്ക് അറിയാത്ത ചില മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അവയാണ് മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ട് വൈകാൻ കാരണമാകുന്നത്. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നതിനുള്ള 5 പ്രധാന കാരണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കാരണം ഇന്നർ ബിലീഫ്സ് മാനിഫെസ്റ്റേഷനെ തടയുന്നു. മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും വലിയ റോൾ പ്ലേ ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫ്സ് ആണ്. നാം കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ഒരാഗ്രഹം പറയാം. എനിക്ക് സക്സസ് വേണം, എനിക്ക് ഫിനാൻഷ്യൽ അബുണ്ടൻസ് വേണം, എനിക്ക് ഹെൽത്തി റിലേഷൻഷിപ്പ് വേണം. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതിനോട് വിരുദ്ധമായ ബിലീഫ്സ് ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ആകും. ഉദാഹരണത്തിന്, എനിക്കത്ര ലക്കൊന്നും ഇല്ല, എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും നടക്കാറില്ല, ഞാൻ ഡിസർവിങ് അല്ല. ഇത് ചെറുപ്പകാലം മുതലുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ഫെയിലിയേഴ്സ് ആയിരിക്കാം, സൊസൈറ്റി കണ്ടീഷനിങ് ആയിരിക്കാം. ഇതൊക്കെ കൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനൊരു ബിലീഫ്സ് ഉണ്ടാകുന്നത്. കോൺഷ്യസ് മൈൻഡ് ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് മറ്റൊരു ഡയറക്ഷനിലേക്ക് പുൾ ചെയ്യും. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ എനർജി മിക്സഡ് സിഗ്നലായി യൂണിവേഴ്സിലേക്ക് പോകും. ഇത് റേഡിയോ ഫ്രീക്വൻസി പോലെയാണ്. നിങ്ങൾ ഒരു ചാനൽ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ ഫ്രീക്വൻസി ക്ലിയർ അല്ലെങ്കിൽ നോയ്സ് മാത്രം കേൾക്കും. അതുപോലെ സബ് കോൺഷ്യസ് ബിലീഫ്സ് ക്ലിയർ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഡിലേഡ് ആകും. സെൽഫ് അവെയർനെസ് ഡെവലപ്പ് ചെയ്യലാണ് ഇതിനുള്ള പ്രധാന സൊല്യൂഷൻ. അതുപോലെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന വിശ്വാസങ്ങൾ? അഫർമേഷൻസ്, ജേർണലിംഗ്, ഇന്നർ ഹീലിംഗ് എന്നിവ പ്രാക്ടീസ് ചെയ്യുക. സബ് കോൺഷ്യസ് മൈൻഡ് ഗ്രാജുവലി റീപ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഫ്ലോ സ്മൂത്ത് ആവും. രണ്ടാമത്തെ കാരണം ഡെസ്പറേഷൻ എനർജി മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്നു. മാനിഫെസ്റ്റേഷനിൽ വളരെ സബ്റ്റിലായ ഒരു കൺസെപ്റ്റാണ് എനർജി ഓഫ് അറ്റാച്ച്മെൻറ്റ്. ഒരു കാര്യം നമുക്ക് വളരെ സ്ട്രോങ്ലി വേണമെങ്കിൽ അത് നാച്ചുറലി ഓക്കെയാണ്. പക്ഷേ അതിനോട് ഡെസ്പറേഷൻ ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ആവും. ഡെസ്പറേഷൻ എനർജി എന്നത് കോൺസ്റ്റൻ്റ്ലി ചെക്കിംഗ് റിസൾട്ട്, ഇതെപ്പോഴാണ് വരുന്നത് എന്ന ആങ്സൈറ്റി, എപ്പോൾ നടക്കും എന്നൊരു ചിന്ത, ലാക്ക് ഫീലിംഗ് ആണ്. യൂണിവേഴ്സ് എനർജി ലാംഗ്വേജിൽ ഇത് ലാക്ക് വൈബ്രേഷനായി ട്രാൻസ്ലേറ്റ് ചെയ്യും. നിങ്ങൾ പറയുന്നത് എനിക്കിത് വേണം, പക്ഷേ നിങ്ങളുടെ എനർജി പറയുന്നത് എനിക്കിത് ഇപ്പോൾ ഇല്ല ഇല്ല ഇല്ല. യൂണിവേഴ്സ് എനർജിയിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് വേർഡ്സിനേക്കാൾ വൈബ്രേഷനിലേക്കാണ്. അതുകൊണ്ട് മാനിഫെസ്റ്റേഷനിൽ ലെറ്റിൻ ഗോ എന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റിൻ ഗോ എന്നത് ഡിസയർ വിട്ടുകളയലല്ല, അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ടെൻഷൻ വിട്ടുകളയുന്നതാണ്. ഒരു വിത്ത് നട്ടാൽ നാം ഓരോ മണിക്കൂറിലും മണ്ണ് തുറന്നു നോക്കാറില്ല. നാം ട്രസ്റ്റ് ചെയ്യും, അത് ഗ്രോ ചെയ്യും. മാനിഫെസ്റ്റേഷനും അതുപോലെ തന്നെയാണ്.
ഇതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ട്രസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, യൂണിവേഴ്സിൻ്റെ ട്രസ്റ്റിൽ വിശ്വസിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് കൾട്ടിവേറ്റ് ചെയ്യുക, പ്രസൻറ്റ് മൊമെൻറ്റിൽ എൻജോയ് ചെയ്യുക. നിങ്ങൾ റിലാക്സ്ഡ് എനർജിയിൽ എത്തിയാൽ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നാച്ചുറലി സംഭവിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ കാരണം ഇൻകൺസിസ്റ്റന്റ് പ്രാക്ടീസാണ്. മാനിഫെസ്റ്റേഷനിൽ കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. പലരും മാനിഫെസ്റ്റേഷൻ ടെക്നിക് ട്രൈ ചെയ്യും, അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ, സ്ക്രിപ്റ്റിംഗ്, മെഡിറ്റേഷൻ. പക്ഷെ 2-3 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് അവർ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യും. റിസൾട്ട് ഇല്ലെങ്കിൽ അവർ കൺക്ലൂഡ് ചെയ്യും മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല, ഇത് ഫേക്കാണ്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് ചേഞ്ച് ചെയ്യാൻ സമയം വേണം. നമ്മുടെ മൈൻഡിൽ വർഷങ്ങളായി ബിൽഡായ പാറ്റേൺസ് ഒരു രാത്രി കൊണ്ട് മാറില്ല. മാനിഫെസ്റ്റേഷൻ ഒരു മെൻ്റൽ ഫിറ്റ്നസ് പ്രാക്ടീസ് പോലെയാണ്. ജിമ്മിലേക്ക് പോയി 2 ദിവസം എക്സസൈസ് ചെയ്താൽ ബോഡി ചേഞ്ച് ഉണ്ടാകില്ല. പക്ഷേ മാസങ്ങളായി കൺസിസ്റ്റൻസിയോടുകൂടി പ്രാക്ടീസ് ചെയ്താൽ ട്രാൻസ്ഫർമേഷൻ കാണാൻ സാധിക്കും. അതുപോലെ മാനിഫെസ്റ്റേഷനിൽ ഡെയിലി അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ, പോസിറ്റീവ് ഫോക്കസ് ഇവ റെഗുലർലി പ്രാക്ടീസ് ചെയ്യണം. കൺസിസ്റ്റൻസി സബ് കോൺഷ്യസ് മൈൻഡിനെ സ്ലോലി റീപ്രോഗ്രാമിംഗ് ചെയ്യും. ഡെയിലി സ്മോൾ പ്രാക്ടീസ് ചെയ്യുക. 5-10 മിനിറ്റ് പോലും മതിയാകും. റൊട്ടീൻ ബിൽഡ് ചെയ്യുക. കൺസിസ്റ്റൻസി മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീക്രട്ടാണ്. നാലാമത്തേത് ഇൻസ്പയർഡ് ആക്ഷൻ ഇല്ല എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ ചിലർ തെറ്റായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വിഷ്വലൈസേഷൻ ചെയ്താൽ യൂണിവേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ചെയ്തു തരും. പക്ഷേ മാനിഫെസ്റ്റേഷനിൽ ആക്ഷൻ വളരെ പ്രധാനമാണ്. ലോ ഓഫ് അട്രാക്ഷൻ എലോൺ അല്ല, ലോ ഓഫ് അട്രാക്ഷൻ പ്ലസ് ലോ ഓഫ് ആക്ഷൻ ആണ് റിയൽ മാനിഫെസ്റ്റേഷൻ. യൂണിവേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും, പക്ഷേ അത് റെക്കഗ്നൈസ് ചെയ്ത് ആക്ഷൻ എടുക്കുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ കരിയർ സക്സസ് മാനിഫെസ്റ്റ് ചെയ്യുന്നു. യൂണിവേഴ്സ് നിങ്ങൾക്ക് ന്യൂ ഐഡിയാസ്, ഓപ്പർച്യൂണിറ്റീസ്, പീപ്പിൾ, ലേണിംഗ് ചാൻസസ് എല്ലാം നൽകും. പക്ഷെ നിങ്ങൾ ഫിയർ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മടി കൊണ്ടോ ആക്ഷൻ എടുക്കാതെ ഇരുന്നാൽ മാനിഫെസ്റ്റേഷൻ ഇൻകംപ്ലീറ്റ് ആകും. മാനിഫെസ്റ്റേഷനിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഇൻസ്പയർഡ് ആക്ഷൻ. ഇൻസ്പയർഡ് ആക്ഷൻ എന്നത് ഫോഴ്സ് അല്ല, അത് ഇൻറ്റ്യൂഷനിൽ നിന്നും വരുന്ന നാച്ചുറൽ മൂവ്മെൻ്റ് ആണ്. നിങ്ങൾ അലൈൻഡ് ആയാൽ ശരിയായ ആക്ഷൻ ഓട്ടോമാറ്റിക്കലി തോന്നും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പർച്യൂണിറ്റീസ് ശ്രദ്ധിക്കുക. ഭയം കാരണം ആക്ഷൻ അവോയ്ഡ് ചെയ്യരുത്. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോവുക. യൂണിവേഴ്സിൻ്റെ ഡോർ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, പക്ഷേ അതിലൂടെ നടക്കേണ്ടത് നമ്മളാണ്. ഇനി 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടൈമിംഗ് ആൻഡ് ഡിവൈൻ ഇൻ്റലിജൻസ്. മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ നമ്മൾ പലപ്പോഴും ഓവർലുക്ക് ചെയ്യുന്ന ഒരു കാര്യം ടൈമിംഗ് ആണ്. നമുക്ക് തോന്നും ഇത് ഇപ്പോൾ തന്നെ നടക്കണം, പക്ഷേ യൂണിവേഴ്സ് വലിയ പിക്ചർ കാണുന്നു. ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ ഡിലേ ആകുന്നത് പ്രൊട്ടക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി വരാൻ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഫ്യൂച്ചറിൽ നമുക്ക് ബെറ്റർ ഫോമിൽ കിട്ടാം. ലൈഫിൽ പലർക്കും ഈ എക്സ്പീരിയൻസ് ഉണ്ടാകാം. ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായപ്പോൾ അവർ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. പക്ഷേ കുറച്ച് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം അവർ റിയലൈസ് ചെയ്യും, ഇത് നടന്നില്ല എന്നത് ആക്ച്വലി ബ്ലെസ്സിങ് ആയിരുന്നു. മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സ് നമ്മുടെ ഗ്രോത്ത്, റീഡിനെസ്, സർക്കംസ്റ്റാൻസസ് എല്ലാം കൺസിഡർ ചെയ്യും. അതുകൊണ്ട് ചില മാനിഫെസ്റ്റേഷൻസ് ടൈം എടുക്കാം. ഇത് ഫെയിലിയർ അല്ല, ഇത് പ്രിപ്പറേഷനാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ട്രസ്റ്റ് ദി പ്രോസസ്. പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ജേണി എൻജോയ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ എന്നത് കൺട്രോൾ അല്ല, അതൊരു കോ ക്രിയേഷനാണ്. യൂണിവേഴ്സും നിങ്ങളും തമ്മിലുള്ള ഒരു കോ ക്രിയേഷനാണ്. മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോൾ പലരും പ്രാക്ടീസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷൻ ഫെയിൽ ആയിട്ടില്ല, നമ്മുടെ അപ്രോച്ച് റിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഇവയാണ് മാനിഫെസ്റ്റേഷൻ ഡിലേ ആകാനുള്ള പ്രധാന കാരണം: ലിമിറ്റിംഗ് ബിലീഫ്സ്, ഡെസ്പറേഷൻ എനർജി, ഇൻകൺസിസ്റ്റന്റ് പ്രാക്ടീസ്, ലാക്ക് ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ, ടൈമിംഗ് ആൻഡ് ഡിവൈൻ ഇൻ്റലിജൻസ്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാവാൻ വേണ്ടി പറഞ്ഞതാണ്.
മാനിഫെസ്റ്റേഷൻ ഒരു മാജിക് ട്രിക്ക് അല്ല, അത് മൈൻഡ്, എനർജി, ആക്ഷൻ, ട്രസ്റ്റ് എന്നിവയുടെ ഒരു ഹാർമോണിയസ് കോമ്പിനേഷനാണ്. നിങ്ങൾ സെൽഫ് അവെയർനെസ് ഡെവലപ്പ് ചെയ്ത് ഇന്നർ അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൺസിസ്റ്റൻ്റ്ലി പ്രാക്ടീസ് തുടരുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ മാജിക് സംഭവിപ്പിക്കും. മാനിഫെസ്റ്റേഷൻ എന്നത് നിങ്ങൾക്ക് വേണ്ട ജീവിതം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവർഫുൾ ടൂളാണ്. പേഷ്യൻസ്, ട്രസ്റ്റ് ആൻഡ് അലൈൻമെൻറ്റ് ആക്ഷൻ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റി കോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മാനിഫെസ്റ്റേഷൻ വർക്കാവാത്തത് എന്നതിനുള്ള ഒരു ഉത്തരം ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.